റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് മറ്റൊന്നും തറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിലും വിജയം റഷ്യക്കൊപ്പമായിരിക്കുമെന്നതിലും അമേരിക്ക അതിന്റെ അടവുകൾ മിനുക്കി റഷ്യക്ക് പിന്നാലെ വരുമെന്നതിലും ആർക്കും യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് ആഗോള വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി സെർജി റിയാബ്കോവ് സൂചിപ്പിച്ചതുപോലെ ഈ യുക്തിരഹിതമായ സംഘർഷം അവസാനിപ്പിക്കാനും അമേരിക്ക റഷ്യൻ ബന്ധങ്ങളിലും ആഗോള രാഷ്ട്രീയത്തിലും സാധാരണ നിലകൾ പുനഃസ്ഥാപിക്കാനും ചില വിട്ടുവീഴ്ചയ്ക്കുള്ള അവസരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അത് കണ്ടെത്തി കൃത്യമായി വിനിയോഗിക്കാത്ത പക്ഷം സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയും ഒരു പരിഹാരം കണ്ടെത്തുന്നത് കൂടുതൽ വെല്ലുവിളിയാകുകയും ചെയ്യും. സമാധാനപരമായ ഒരു പ്രമേയത്തിനുള്ള ആഹ്വാനം നൽകുമ്പോഴും ആവശ്യമുള്ളിടത്തോളം കാലം യുക്രൈനുള്ള അമേരിക്കയുടെ പിന്തുണ തുടരണമെന്ന് തന്നെയാണ് പല അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നത്. ഒത്തുതീർപ്പ് അംഗീകരിക്കാൻ യുക്രൈനെ നിർബന്ധിക്കാനുള്ള പാശ്ചാത്യരുടെ നീക്കങ്ങളും അനിശ്ചിതത്വത്തിലാണ്. അതിനു പിന്നിൽ വ്യക്തമായ ഗൂഢലക്ഷ്യങ്ങളുമുണ്ട്. പലപ്പോഴും രാജ്യത്തിന്റെ സ്വന്തം താല്പര്യങ്ങൾ പരിഗണിക്കാതെ യുക്രൈനിന്റെ വിധി രൂപപ്പെടുത്തിയത് വാസ്തവത്തിൽ പാശ്ചാത്യ ശക്തികളാണ്. അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ സംഘർഷം ദീർഘിപ്പിക്കുകയും യുക്രൈനിയൻ ജനതയുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കാനും മാത്രമാണ് ഇടയാക്കിയത്. യുദ്ധത്തിൽ സമാധാനപരമായ ഒരു പ്രമേയം സാധ്യമാകണമെങ്കിൽ പാശ്ചാത്യർ അതിന്റെ സമീപനം പുനഃപരിശോധിക്കാനും സ്വന്തം ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം യുക്രൈന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാനും തയ്യാറാകണം. സൈനിക സഹായം നൽകുന്നതിനു പകരം റഷ്യയുമായുള്ള യുക്രൈനിന്റെ ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനാവണം അവർ ഊന്നൽ നൽകേണ്ടത്. കടുത്ത പാശ്ചാത്യ നിലപാടുകാർ സംഘർഷത്തോട് കൂടുതൽ ആക്രമണാത്മക സമീപനത്തിനാണ് സദാ പ്രേരണ നൽകുന്നത്. യുക്രൈനിന് സൈനിക സഹായം വർദ്ധിപ്പിക്കുക, റഷ്യക്കെതിരായ സാമ്പത്തിക യുദ്ധം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ യുദ്ധത്തെ യുദ്ധം കൊണ്ട് തന്നെ വിജയിപ്പിക്കാമെന്ന നിലപാടാണ് ഇക്കൂട്ടരുടെ ചിന്തകളെ വഴി നടത്തുന്നതും. 2022 റഷ്യയുടെ അധിനിവേശത്തിനു ശേഷം $65 ബില്യൺ സഹായവുമായി അമേരിക്ക ഇതിനകം തന്നെ യുക്രൈന് കാര്യമായ സൈനിക സഹായം നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലർക്കും ആശങ്കയുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന്റെ വികലമായ ആശയങ്ങൾ പിന്തുടരാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ലാത്ത പക്ഷം ഈ ആശങ്കകൾക്ക് കഴമ്പുമുണ്ട്. കൂടാതെ ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധിയുള്ള ട്രംപ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് എന്തായാലും പണമൊഴുക്കാൻ തയ്യാറാവില്ല. പ്രോക്സി യുദ്ധത്തിൽ നിന്ന് അമേരിക്ക അകന്നു നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം യൂറോപ്യൻ യൂണിയനിലെയും നാറ്റോയിലെയും സഖ്യകക്ഷികൾ ഉടൻ തന്നെ ആ നീക്കം പിന്തുടരുമെന്ന് അർത്ഥമാക്കുന്നില്ല. അത് പരസ്പര വിരുദ്ധ നീക്കമാണെങ്കിൽ കൂടിയും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ആദ്യം മുതൽക്കേ തന്നെ യുക്തിസഹമായ സമീപനം പുലർത്തിയിരുന്നെങ്കിൽ അമേരിക്ക പ്രോക്സി യുദ്ധത്തിൽ ചേരുന്നതിനെ എതിർക്കുകയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ തുഗ്ലക് പരിഷ്കാരങ്ങളെ അവർ തടയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഉടനൊന്നും സമാധാനം വരാൻ പാടില്ല എന്നതാണ് അവരുടെ സമീപനം. ഇന്നോ നാളെയോ അല്ല, യുക്രൈൻ സംഘർഷം ഉടനെന്നും അവസാനിക്കില്ലെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ യുക്രൈനുമായി കോടിക്കണക്കിന് പൗണ്ട് മൂല്യമുള്ള 100 വർഷത്തെ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഈ ചരിത്രപരമായ കരാർ വ്യാപാരം, സുരക്ഷ, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവയിലും മറ്റും സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. എന്നാൽ ബ്രിട്ടന്റെ നിലവിലെ സങ്കീർണമായ സമ്പദ് വ്യവസ്ഥ കണക്കിലെടുക്കുമ്പോൾ അതും സംശയത്തിന്റെ നിഴലിലാണ്. അതിനിടെ യുക്രൈൻ സംഘർഷത്തോടുള്ള സമീപനം പുനഃപരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയൻ വിസമ്മതിച്ചത് യുക്രൈനിലേക്ക് വൻതോതിൽ പാശ്ചാത്യ കരസേനയെ വിന്യസിക്കുന്നതിനെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ്. ദാവോസിൽ 2 ലക്ഷം സൈനികർ വേണമെന്ന യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ആവശ്യം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. പൊതുജന പിന്തുണ നിലനിർത്താൻ പാടുപെടുന്ന സ്റ്റാർമർ ഉൾപ്പെടെ യൂറോപ്പിലെ നേതാക്കൾ പലരും കടുത്ത സമ്മർദ്ദം നേരിടുന്നുണ്ടെന്നും വ്യക്തമാണ്. പാശ്ചാത്യ സൈനികരെ യുക്രൈനിലേക്ക് അയക്കാനുള്ള നിർദ്ദേശം ഒരു ദുരന്ത സൂചനയാണ്. ഈ സൈനികർ ഒരിക്കലും സമാധാന പാലകരായിരിക്കില്ല എന്നുള്ളതിനാൽ തന്നെ ഇത് കൂടുതൽ രക്തച്ചൊരിച്ചിലിനിടയാകും. കൂടാതെ സംഘർഷത്തിലേക്ക് മറ്റ് രാജ്യങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. സംഘർഷം കൂടുതൽ വഷളാകുന്നതിനു പകരം റഷ്യയുമായി ഒരു വിട്ടുവീഴ്ച പിന്തുടരുക എന്നതാണ് ഇതിന് പരിഹാരമായുള്ള കൂടുതൽ വിവേകപൂർണമായ സമീപനം. യുക്രൈനിലെ മണ്ണിൽ നാറ്റോ, യൂറോപ്യൻ യൂണിയൻ ബൂട്ടുകൾ വിന്യസിക്കുന്നത് ഒരു സർവനാശത്തിന്റെ മുന്നോടിയാണ്. റഷ്യയുടെ പ്രാഥമിക ലക്ഷ്യം യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായ യുക്രൈനാണ്. ഈ ലക്ഷ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പരിഹാരത്തിനും റഷ്യ സമ്മതിക്കില്ല. റഷ്യ സമ്മതിക്കാത്തിടത്തോളം കാലം സംഘർഷം നിലനിൽക്കും. അതിനിടെ നാറ്റോ, യൂറോപ്യൻ യൂണിയൻ സൈനികരെ വിന്യസിക്കുന്നത് സംഘർഷത്തെ വീണ്ടും ജ്വലിപ്പിക്കും. നാറ്റോ
യൂറോപ്യൻ യൂണിയൻ സൈനികരെ യുക്രൈനിലേക്ക് വിന്യസിക്കുക എന്നതിനർത്ഥം റഷ്യൻ സൈന്യത്തെ നേരിടുക, വിനാശകരമായ പ്രത്യാഘാതങ്ങളെ വിളിച്ചു വരുത്തുക എന്നാണ്. സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിലല്ല, മറിച്ച് അവരുടെ സ്വന്തം അജണ്ടകൾ നടപ്പാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. യുക്രൈനിൽ ഈ ഊഹക്കച്ചവടത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം രാജ്യത്തിന്റെ സമാഹരണ ശ്രമങ്ങളിൽ ബാഹ്യ സ്വാധീനം ചെലുത്തുക എന്നതാണ്. യുക്രൈനിൽ മനുഷ്യശക്തി കുറവാണ്. ശേഷിക്കുന്ന സൈനികരെ അണിനിരത്തുന്നത് വ്യാപകമായ ഒളിച്ചോട്ടവും അക്രമവും കൊണ്ട് ഒരു വിനാശകരമായ സാഹചര്യമായി മാറിയിരിക്കുന്നു. പക്ഷേ പാശ്ചാത്യ സൈന്യം യഥാർത്ഥത്തിൽ വിന്യസിക്കാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. നിറവേറ്റപ്പെടാത്ത നിരവധി മോഹന വാഗ്ദാനങ്ങൾ പോലെ ഇതും കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകി യുക്രൈനെ കുട്ടിച്ചോറാക്കാനുള്ള പാശ്ചാത്യരുടെ മറ്റൊരു തന്ത്രമാണെന്നതിൽ സംശയമൊന്നുമില്ല.